ആയുധങ്ങളുടെ ക്ഷാമം, അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട റഡാറുകളെ ഏകോപിപ്പിക്കുന്ന സംവിധാനത്തിന്റെ തകർച്ച, ഇത് രണ്ടും ഈ പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധത്തിൽ അമേരിക്കയെയും ഇസ്രായേലിനെയും ആശങ്കപ്പെടുത്തുമ്പോൾ അവർ അടിയന്തരമായി ആയുധ നിർമ്മാതാക്കളുടെ യോഗം ഒക്കെ വിളിച്ചിട്ടുണ്ട്. ഇത്ര അടിയന്തരമായി ആയുധ സപ്ലയേഴ്സിന്റെ യോഗം കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിൽ വിളിക്കാനുണ്ടായ കാരണം മിസൈലുകൾക്കും മറ്റുള്ളവയ്ക്കും നേരിടുന്ന ക്ഷാമം, അതുകൂടാതെ തന്നെ താഡ് മിസൈലിന്റെ ഭാഗമായുള്ള ഏറ്റവും വലിയ റഡാർ സിസ്റ്റത്തിന്റെ ഏകോപന സംവിധാനം അത് ഇറാൻ അപ്രതീക്ഷിതമായി തകർത്ത് കളഞ്ഞത് ഈ പ്രതിരോധ സംവിധാനത്തെ ആകെ പിടിച്ചുലച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസവും രാത്രി ടെല്ലവീവിൽ ബോംബ് സ്ഫോടനം ഉണ്ടായതും ടെല്ലവീവിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് മിസൈലുകൾ എത്തിച്ചതും. എന്ന് മാത്രമല്ല, ഇസ്രായേലിന്റെ എയർപോർട്ടിലേക്കും ഇറാൻ മിസൈൽ പായിക്കുകയുണ്ടായി. ഒരിക്കലും ഇറാന്റെ മിസൈലുകൾ നിലവിലുണ്ടാക്കിയ സംവിധാനം വെച്ച് ഇസ്രായേലിന്റെ പരിധിക്കകത്തേക്ക് കടക്കാൻ കഴിയുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. അവർക്ക് ആത്മവിശ്വാസം പകർന്നത് ഏതാണ്ട് $300 ദശലക്ഷം സ്ഥാപിച്ചിരുന്ന ഏറ്റവും അത്യന്താധുനികമായ ഒരു പ്രതിരോധ സംവിധാനമാണ്. അത് ജോർദാൻ എയർപോർട്ടിലാണ് സ്ഥാപിച്ചിരുന്നത്. ഈ ഓരോ രാജ്യങ്ങളും പിടിച്ചെടുക്കുമ്പോൾ അവിടങ്ങളിൽ പ്രത്യേകമായ നിരീക്ഷണ സംവിധാനങ്ങൾ എന്ന പേരിൽ ആയുധങ്ങൾ നിറച്ചു വെക്കുക എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു സ്ഥിരം ശൈലിയാണ്. അങ്ങനെ ജോർദാനിൽ ഒരു പാവ സർക്കാരിനെ ഉണ്ടാക്കിയ ശേഷം അവിടുത്തെ എയർപോർട്ടിൽ സ്ഥാപിച്ചിരുന്നതാണ് ഈ റഡാർ സിസ്റ്റം. ഈ റഡാർ സിസ്റ്റത്തിന്റെ ഭാഗമായി ഏതാണ്ട് 120 സൈനികർ, 40 റോക്കറ്റ് ലോഞ്ചറുകൾ, ഏതാണ്ട് 80ഓളം എയർ ഡിഫൻസ് സംവിധാനങ്ങളിൽ റോക്കറ്റുകളെ തകർക്കുന്ന സംവിധാനം, ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇത് ഗൾഫ് മേഖലയിലെ പല സ്ഥലങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള റഡാറുകളുടെ ഒരു ഏകോപന സംവിധാനമായിരുന്നു. ഈ ഏകോപന സംവിധാനം തകർത്തു എന്ന് ഇറാൻ അവകാശപ്പെട്ടെങ്കിലും ആരും അത് ഗൌരവമായി എടുത്തില്ല. യഥാർത്ഥത്തിൽ ആ തകർക്കൽ കൊണ്ടാണ് ഇറാന് ഇത്രയുമെങ്കിലുമൊക്കെ ഇസ്രായേലിനെ കടന്നാക്രമിക്കാനും അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽ എത്തിക്കാനും കഴിഞ്ഞത് എന്നാണ് യുദ്ധവിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇത്തരമൊരു തിരിച്ചടി ഒരിക്കലും അമേരിക്കയും ഇസ്രായേലും പ്രതീക്ഷിച്ചതേയല്ല. ഈ അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ അതുകൊണ്ടാണ് കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങളും കൂടുതൽ ഇന്റർസെപ്റ്റർ മിസൈലുകളും ഒക്കെ അയച്ച് ഈ ആക്രമണങ്ങളെ പ്രതിരോധിക്കേണ്ടി വന്നതും ഇന്റർസെപ്റ്ററുകൾ വല്ലാതെ കുറയുന്നു എന്ന് പെന്റഗൺ വൈറ്റ് ഹൌസിന് റിപ്പോർട്ട് ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം അടിയന്തരമായി യോഗം കൂടിയത്. ഈ യോഗം ചേർന്നെങ്കിലും ഇനി ഈ പ്രതിരോധ സംവിധാനം വേഗത്തിൽ സ്ഥാപിക്കുക എന്നത് അസാധ്യമാണെന്ന് ഈ താഡ് കമ്പനിയുടെ മാനുഫാക്ചേഴ്സ് വൈറ്റ് ഹൌസിനെ അറിയിച്ചതായും യുദ്ധ വിശകലന റിപ്പോർട്ടുകളിൽ കാണുന്നു. ആക്രമണങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത് ഇറാനിൽ തന്നെയാണ്. കാരണം അവർക്ക് എയർ ഡിഫൻസ് സിസ്റ്റം വളരെ വീക്കാണ്, പ്രതിരോധ സംവിധാനങ്ങൾ വളരെ കുറവുമാണ്. പക്ഷേ അവർക്ക് കഴിയുന്നതുപോലെ പ്രതിരോധിക്കുകയും തിരിച്ചടിക്കുകയും ചെയ്യുകയാണ് ഇറാൻ ചെയ്യുന്നത്.